ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തത്. ഇത് കണ്ടോ, ഇത് നമ്മൾ നാടുകാണി പോയപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇത് എവിടുന്ന് വാങ്ങിയെന്ന് എന്നോട് ചോദിച്ചാൽ കടൻ്റെ പേരൊന്നും പറയാൻ കഴിയില്ല. കാരണം പന്തല്ലൂർ നമ്മൾ അങ്ങാടീൻ്റെ സെൻറ്ററിലൊക്കെ എത്തുമ്പോൾ രണ്ട് മൂന്ന് കടൻ്റെ തിരക്ക് പിടിച്ച അങ്ങാടിയിൽ രണ്ട് മൂന്ന് കടൻ്റെ ഒരു വരാന്തയിൽ ഇങ്ങനെ ഒരു വയസ്സായ ഒരാൾ ചെയ്യുന്ന കച്ചവടമാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല പാലകിൻ്റെ ചീര കേട്ടോ. അപ്പോൾ ഈ പാലക്കിൻ്റെ ചീര ഒരു കെട്ട് 15 രൂപയുള്ളൂ കേട്ടോ. അവിടെ ആകെ 3 കെട്ടേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തപ്പോൾ 40 രൂപയ്ക്ക് എന്നോട് എടുക്കാൻ പറഞ്ഞു. പിന്നെ അതേപോലെ ഇതാ ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇലയാണെന്നാണ് പറഞ്ഞത്. അത് വലിയൊരു കെട്ടായിരുന്നു കേട്ടോ. അതിനും 15 രൂപ പറഞ്ഞത്. അതേപോലെ ഇതാ ഫ്രഷ് പുതിനൻ്റെ ഇല. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ 8 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പോഴും ഫ്രിഡ്ജിൽ അതേ ഫ്രഷ്നെസ്സോടെ ഇരിക്കുന്നുണ്ട് അത്. പിന്നെ ഇതേപോലെ കുറച്ച് സാധനമൊക്കെ മേടിച്ചപ്പോൾ ഇങ്ങനെ സഞ്ചിയിലാക്കി അവർ തന്നത് കേട്ടോ. ഒരു തുണീൻ്റെ ഒരു ഇത് നമ്മളെ പോലെ കവറൊന്നുമില്ല. ആ ഭാഗത്ത് കവറ് പറ്റൂലല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനവും പറ്റൂല. അപ്പം അങ്ങനെ സഞ്ചിയിലൊക്കെ ആക്കി എനിക്ക് തന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ കടൻ്റെ പേരൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതവിടെ നമ്മൾ ഫാമിലെ ജോലിക്ക് വന്ന ആൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവരെന്നെ എനിക്ക് ആ കട കാണിച്ചിരുന്നത്. അപ്പോൾ 10 രൂപ സാധനങ്ങൾ കിട്ടുന്ന കട എന്നാണ് ചോദിച്ചത് കേട്ടോ. അങ്ങനെ അപ്പം ഈ പാക്കറ്റാക്കിയ സാധനങ്ങളൊക്കെ ചെറുതിന് 10 രൂപ, അല്ലാത്തതിന് 20. അതിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇതെല്ലാം പാടെ എടുത്തിട്ട് എനിക്ക് ആകെ 250 രൂപ ആയതുള്ളൂ. ഈ സഞ്ചിയിൽ ഈ സാധനം പിന്നെ ആ പച്ചക്കറി എല്ലാം എടുത്തിട്ട് എനിക്ക് അത്ര ആയതുള്ളൂ. അപ്പം ഇതിലെനിക്ക് നമ്മളിവിടെ വന്ന് തൂക്കം നോക്കിയപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ച സാധനത്തിൻ്റെ വിലയും നോക്കുമ്പോൾ സോയാബീൻ മാത്രമേ ഒരു നഷ്ടമായിട്ട് തോന്നിയതുള്ളൂ കേട്ടോ. നമുക്കറിയില്ലല്ലോ, നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ പെറുക്കിയെടുത്തതാണ്. അപ്പോൾ ജീരകം, നമ്മളെ പായസപ്പരിപ്പ്, മുളക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ എടുത്തു. അപ്പോൾ എല്ലാം 20 രൂപ. പിന്നെ അതേപോലെ നമ്മൾ ഈ കുഴൽ പോലെ പൊരിച്ചത് വാങ്ങിക്കുമല്ലോ, ആ സാധനങ്ങൾക്കൊക്കെ 10 രൂപയുള്ളൊരു പാക്കിന് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അത് കൊടുന്ന് മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഈ ഒരു ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതന്നെ എടുക്കാമെന്ന് വെച്ചു. കാരണം അതിൽ 3 കളറുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കളർ നമുക്ക് നല്ലതല്ലല്ലോ. അപ്പോൾ അതൊന്ന് പൊരിച്ച് നോക്കട്ടെ, എന്നിട്ട് ആ കളർ തന്നെ ഇരിക്കണം അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ആ കവർ തന്നെ പൊട്ടിച്ച് ഒന്ന് ഫ്രൈ ചെയ്തു. അപ്പോൾ അതിലത്തെ വെള്ള കളർ ആദ്യമായിട്ടപ്പോൾ നമ്മൾ നോർമൽ സാധാ ചെയ്യുന്ന പോലെയല്ലേ. പിന്നെ അതിലത്തെ ആ യെല്ലോ കളർ ഉള്ളതൊന്ന് എടുത്ത് നോക്കി. പക്ഷെ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ സാധാ കളർ തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ കുറഞ്ഞൊരു റെഡ് കലർന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കണ്ടോ, ഫ്രൈ ചെയ്യുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ആദ്യത്തെ ആ ബീട്രൂട്ടിൻ്റെ ഇല ഞാൻ തോരൻ വെക്കാൻ എടുത്തു. അവരോട് ഇത് എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ തോരൻ വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് തോരൻ വെക്കാൻ വേണ്ടി. പക്ഷെ അത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ നമ്മൾ ഫ്രഷ് ബീട്രൂട്ട് കഴിക്കണ പോലെ ഒരു മധുരവും അതിൻ്റെ തണ്ട് ചെറിയ ഉപ്പ് രസമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഏതായാലും തോരൻ വെക്കാൻ എടുത്തപ്പോൾ ഉപ്പിട്ടില്ല. ഇനി വെന്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പം ഇടാലോ എന്ന് തോന്നി. ഉപ്പ് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായാലും അത് തോരൻ വെക്കും, തേങ്ങയൊക്കെ ചതച്ചിട്ട് തോരൻ വെച്ചിട്ടോ. പക്ഷേ വെന്ത് കഴിഞ്ഞപ്പോൾ ഏതായാലും ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റാണ് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കിയത്. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് നമുക്കിന്നൊരു കേക്ക് ഓർഡറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ ആ കേക്ക് ചെയ്യാനൊരുങ്ങി പെട്ടെന്ന് കേട്ടോ. പിന്നെ ആ ബീട്രൂട്ട് തോരൻ വെച്ച് കഴിച്ചപ്പോൾ എനിക്ക് അതിലേറെ ടേസ്റ്റ് തോന്നിയത് അത് പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചാലാവുന്നതാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അതാ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള കേക്കായിരുന്നു. അപ്പോൾ ഏതായാലും ഞാനത് വെന്തോ നോക്കൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരു കോലുകൊണ്ട് തന്നെ നടുക്കലൊന്ന് കുത്തി നോക്കിയിട്ടാണ് നോക്കുക. അപ്പോൾ കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇത് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്കൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഐസിങ്ങൊക്കെ ചെയ്ത് അതിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കൊടുത്തു.